നയന കൃഷ്ണ ഇന്ദ്രനീലമണി വന്ന അവനിയിലാത്മവിദ്യാലയമേ ഇതുപോലെ ഒത്തിരി നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഈ ഒരു ഭവനത്തിലുണ്ട്. വീട് വിട്ട് ഇവിടെ താമസിക്കുന്നു എന്ന് വെച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരാരും ദുഃഖിതരൊന്നുമല്ല. എന്ന് വെച്ചാൽ അവരുടെ ഓർമ്മകളുടെ ഏതോ കോണുകളിലൊക്കെ നല്ല വിഷമമുണ്ട്. അത് എനിക്കും എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് കാണാൻ ആഗ്രഹിക്കാറുണ്ട്. അമ്മയ്ക്കൊപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള ആഗ്രഹം തോന്നാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഉപരി മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഒരു വലിയ പന്ഥാവുമായിട്ട് അമ്മ മുന്നിലുണ്ടാവും, അല്ലെങ്കിൽ അമ്മയുടെ ചൈതന്യം എന്നെ നയിക്കാൻ എന്നും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാനും മുന്നോട്ട് നടക്കുകയാണ്. പതിവ് പോലെ തന്നെ അമ്മയുടെ ഓർമ്മദിനം ഈ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒപ്പമാണ് ഞങ്ങൾ ചെലവഴിച്ചത്. കഴിഞ്ഞ വർഷം കണ്ട പല മുഖങ്ങളെയും ഞാൻ ഒന്ന് അരിച്ചു പറക്കി നോക്കി. പലരും തിരിച്ച് വീടുകളിലേക്ക് പോയി. അപൂർവം ചിലർ എൻ്റെ അമ്മ പോയ സ്ഥലത്തേക്ക് യാത്രയായി. എല്ലാ വർഷവും ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങളൊരു അതിഥിയെ കൂടി ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇത്തവണ ഞങ്ങളുടെ ഒരു ഗുരുനാഥയായ പ്രൊഫസർ അമ്പിളിബാല മാമിനെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ച് നിങ്ങൾക്കും ഇവിടെ എത്തിച്ചേരാനുള്ളൊരു മാർഗമാക്കി മാറ്റുന്നത് പോലെ തന്നെയാണ് ഞങ്ങളിവിടെ അതിഥിയായിട്ടൊരാളിനെ കൊണ്ടുവരുന്നത്. അവർ കൂടി ഈ ഒരു സ്ഥലം പരിചയപ്പെടും. ഇതുപോലുള്ള അവസരങ്ങളിൽ അവരും ഇവിടെ വന്ന് ആഘോഷിക്കാൻ തയ്യാറാവും. അപ്പോൾ ആ ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ പാട്ടും ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഈ അച്ഛന്മാർക്കും അമ്മമാർക്കും ഞങ്ങൾ തന്നെ ഊണ് വിളമ്പിക്കൊടുക്കുന്നൊരു ചടങ്ങുണ്ട് ഇവിടെ. എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും കൂടി അവർക്ക് വിളമ്പിക്കൊടുത്തു. ഈശ്വരീയത നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സദനത്തിൽ വളരെ സന്തോഷത്തോടെ അതിലേറെ ആത്മനിർവൃതിയോടുകൂടി അവർക്ക് സേവനം ചെയ്യുന്ന കുറേ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. അവർ ഞങ്ങൾക്ക് വിളമ്പി തന്നു. ഇലയിട്ട് ചോറ് വിളമ്പുമ്പോഴൊക്കെ എൻ്റെ അമ്മയെ ഞാൻ ഓർക്കാറുണ്ട്. ചിലപ്പോൾ ഓർക്കുമ്പോൾ മനസ്സിൽ തോന്നും, ഏതോ ഒരു ലോകത്ത് ഇതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്കായിട്ട് അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. താരകം പോൽ കൺമണി